ചെട്ടികുളങ്ങര അമ്മയുടെ മാഹാത്മ്യത്തിന്റെ ഒരു കഥ കേൾക്കാം. കായംകുളത്തിന് തെക്ക് കൃഷ്ണപുരത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ വയലിൽ ജോലിക്കാരായ സ്ത്രീകൾ കറ്റമതിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അകലെ നിന്ന് പറയെടുപ്പിനായി വരുന്ന ചെട്ടികുളങ്ങര അമ്മയുടെ ചെണ്ടകൊട്ടിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ സ്ത്രീകൾ അമ്മയുടെ മാഹാത്മ്യം പറഞ്ഞ് ഒരു നിമിഷം ജോലി നിർത്തി. അത് കണ്ടതും വയലിന്റെ ഉടമ ദൂരെ മേളം കേട്ടപ്പോഴേ ജോലി നിർത്തിയതെന്തിനെന്ന് ചോദിച്ച് ജോലിക്കാരെ ശകാരിച്ചു. ഞങ്ങളുടെ ചെട്ടികുളങ്ങര അമ്മ ഞങ്ങളെ കാണുവാനും പറയെടുക്കുവാനുമുള്ള വരവാണ്. കണ്ടു തൊഴുത് നേർച്ച നൽകിയാൽ അമ്മ നമ്മുടെ ക്ലേശങ്ങൾ എല്ലാം മാറ്റി സൗഖ്യം നൽകണം എന്ന് സ്ത്രീകൾ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പറയും അകമ്പടിയും ഇവിടെ വരട്ടെ, ഉറപ്പായും ഈ സ്ഥലം ഞാൻ അവർക്ക് നൽകാം എന്ന് നിസാരഭാവത്തോടെ അയാൾ മറുപടി നൽകി. നിമിഷത്തിനകം ചെണ്ടമേളത്തിന്റെ അകലം കുറഞ്ഞു. അമ്മയും കൂട്ടരും ആ നിലത്തിലെത്തി. അമ്മയുടെ ജീവിത ഏന്തിയവർ മുട്ടുകാലിൽ ഇരുന്ന് ദേവിയെ അവിടെ തന്നെ ഇരുത്തി. വളരെ ഭക്തിയോടെ വികാരഭരിതനായി ഭൂവുടമ ദേവിയുടെ മുന്നിൽ കുമ്പിടുകയും ഈ നിലം അമ്മയ്ക്കുള്ളതാണെന്നും ഈ ദാസനത് സമർപ്പിക്കുന്നുവെന്നും പ്രതിജ്ഞയെടുത്തു. അങ്ങനെ അന്നു മുതൽ ആ നിലം ഭഗവതിക്കണ്ടം എന്ന പേരോടുകൂടി അറിയപ്പെടുവാൻ തുടങ്ങി.